ഫ്രാൻസ് വരുന്നുണ്ട്. ഫ്രാൻസ് വന്നാ മതി. എടാ നേരെ പാടത്ത് നിങ്ങൾ അതിന്റെ നേരെ അപ്പുറത്ത് വെക്കണേ. ഇവിടെ പെരും നഷ്ടം. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇപ്പം സമയം എത്ര അറിയാം? ഞങ്ങൾക്ക് 10:05. ഇത്രയും സമയം വണ്ടിയിൽ ക്യാമറ മാറ്റി വെക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ നോക്കി. പക്ഷേ എങ്കിൽ അതിൻ്റെ പിരി പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറ്റൂല. അത് ആ ഒരു സ്റ്റാൻഡ് പറ്റൂല. ഇവിടെ ഓൾറെഡി ഉള്ളത് നമുക്ക് വെൽഡ് ചെയ്താണ്ട് മാറ്റി വെക്കാനേ പറ്റുള്ളൂ. പിന്നെ ആര്യൻ്റെ അവിടെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചായ കുടിക്കുകയാണ്. പഴമുണ്ട്, പഴമാണ്, പഴം പുഴുങ്ങിയത്. വെള്ളൂടി കഴിച്ചിട്ട് നേരെ ഇറങ്ങും. സത്യം പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. നമുക്കൊരു $100 പോലും ഒരു മാസം ഇതൊന്നും കിട്ടുന്നില്ല. അതായത് നമുക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ എങ്ങാണ്ടാണ് ഒരു $130-140 വരുന്നത്. ഞാൻ ഓടേണ്ട വിലപ്പെട്ട സമയം ഞാൻ അതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ അതിന് മുമ്പ് ഇങ്ങോട്ട് പറഞ്ഞത് തൽക്കാലം ഞാൻ നിർത്തിയാലോ എന്നുള്ളത്. കാരണം എനിക്ക് ഇത്രയും സമയം ഓട്ടം ഈ നേരമൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് എന്തായാലും ഒരു 100 രൂപയ്ക്കെങ്കിലും ഓടാകും. രാവിലെ ഒരു ഇന്നലെ പോയാൽ മതി 8-8:30 പോകാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ. പറ്റാത്തൊന്നുമല്ല, നമ്മൾ നേരത്തെ നീക്കാത്തതുകൊണ്ടല്ല. ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഇപ്പം ഇന്നലെ ഷീറ്റ് കെട്ടിൽ ആ ബാക്കി ഇന്ന് രാവിലെ കെട്ടിയത് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കഴിയുന്നില്ല. അത് ഞാൻ അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്താലെന്നുള്ളത്. എന്താ ചെയ്യാം, ആലോചിച്ചിട്ട് കൊടുത്താൽ കിട്ടുള്ള. കാരണം ഞാൻ നല്ല രീതിയിൽ നമുക്കൊരു 8 മണി 8:30 ആകുമ്പോഴേക്കൊക്കെ ഇറങ്ങിയാൽ ഒരു 1000 റുപ്യ 1500 രൂപ അതിനുള്ളിലേക്ക് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാ ദിവസവും പറ്റൂല, എല്ലാ ദിവസവും പറ്റും ചെയ്യില്ല. എല്ലാ ദിവസം കിട്ടും എന്നല്ല പറയണത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇന്ന് 10 മണിക്ക് ഇറങ്ങണം. ചിലപ്പോൾ ഇന്ന് പോയാൽ ചിലപ്പോൾ എനിക്ക് 1000 റുപ്യക്ക് ഓടാൻ വേണ്ടി പറ്റും. അത് ലക്കാണ്. പക്ഷേ എങ്കിൽ ഒരു നിശ്ചിത സമയമില്ലാതായിരിക്കും. അതാണ് ഉണ്ടായത്. സ്കൂൾ പോവുക റെഡി ആയില്ലേ? ഞാനും പോട്ടോ, ഞാൻ പോവാ. പോയോട്ടെ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഷീറ്റ് ഇട്ടോന്ന് കാണിച്ചു തരാം. ഷീറ്റ് ഇട്ട് കാണാനൊന്നുമില്ല, ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ നല്ല നീല കളറായി ഷീറ്റ്. നമുക്ക് ഈ ഒരു ഐഡിയയിൽ നിന്ന് വേറെ ഐഡിയയിലേക്ക് മാറ്റണം. ഇപ്പം ഇന്നലെ ഇവിടേക്ക് കെട്ടാൻ നമുക്കൊരു ഗ്യാപ്പും ഇല്ല. അവിടെ വെള്ളം നിൽക്കണ്ട. ഇവിടേക്ക് കെട്ടാൻ നമുക്ക് ഒരു ഗ്യാപ്പും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു കമ്പ് ഇങ്ങനെ താഴ്ത്തി കൊടുത്താണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇവിടെ തീരെ ഹൈറ്റ് ഇല്ലാതെയായി. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം വരണം. അപ്പോൾ ഞാനിനി കരുതുന്നത് ഇത് കഴിച്ചിട്ട് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് അവിടെ ഹൈറ്റ് കുറച്ചിട്ട് ഇവിടെ ഹൈറ്റ് കൂട്ടിയിട്ട് ഇവിടെ തന്നെ കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ട് ആ വെള്ളത്തിന് നേരെ അങ്ങോട്ട് പോകണം. അപ്പോഴേക്ക് നല്ല ഹൈറ്റ് ഇവിടെ ആവും. അതാണ് പ്രശ്നം. കാരണം ഈ ലെവലിലേക്ക് വെള്ളം പോകുമ്പോഴേക്ക് തൽക്കാലം അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്കതുപോലെയൊക്കെ നോക്കാം. വണ്ടീൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ മഴയത്തേക്ക് ഇട്ടേ, കാരണം കഴുകിയില്ല. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിരിയാണ് ഞാൻ പോയി കാരണം നല്ല സ്റ്റാൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഈ പിരി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അതാണ് പ്രശ്നം. ഇതെന്താണ് അടുത്തന്നെ എടുത്ത് നോക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങാടിയിലേക്ക് എത്തിക്കണ്ട. നല്ല വെയിൽ, പക്ഷേങ്കിൽ പുലർച്ചെയൊക്കെ നല്ല മഴയായിരുന്നു. ഇങ്ങനെ ആകുമ്പോഴൊക്കെ നമുക്ക് വിഷയമല്ല. ഇല്ലാന്നാണെങ്കിലാണ് സ്റ്റാൻഡ് മാറ്റേണ്ടി വരിക. സ്റ്റാൻഡ് ഇപ്പൊ ടൈറ്റാക്കി കയറിപ്പോയി. ഇപ്പൊ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആവണില്ല. ഇവിടെ കുറച്ചും കൂടി ചിലത് അങ്ങനെയാണ്. ചിലരിവിടെ ഉണ്ട്. സമയം 10 രൂപ. കൈനീട്ടം കിട്ടി 30 റുപ്യ. നാട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ സാധനം വീട്ടിൽ മറന്നു. എന്റെ ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ അങ്ങാടിയിൽ നിന്ന് നമ്മള് ഒരു എന്റർടൈൻമെന്റ് ഇല്ല. അതായത് വെറുതെ നിൽക്കുമ്പോഴേ ടൈം പാസ് ഒന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനോന്റെ ഫ്ലക്സ് വെക്കുന്നുണ്ട്. കാരണം അവിടെ തെങ്ങായി കൂട്ടിരിക്കുന്നുണ്ട്. ഇവനാണ്. എന്തായി വെക്കുണ്ടോ ഇന്നോ? എത്ര ദിവസമായത്? അതെ, ഒറ്റക്കുള്ളൂ. അതായത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. പോലെ ക്രിസ്ത്യാനോ പോർച്ചുഗലിന്റെ ഫാൻസ് ആണ്. പോലെ ഫ്ലെക്സ് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അടിച്ചുകൂട്ടി അവിടെ അടിച്ചുകൂട്ടി വെച്ചിക്കണ്. പക്ഷെങ്കില് അങ്ങോട്ട് ക്ലിയർ ആയില്ല.
അത് കയറുന്നില്ല, അത് കയറിയിട്ട് കാണിച്ചു തരാം. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്, ഒരു ലോക്കല് പോകണ്ട. നമ്മളിപ്പോ ടോട്ടലി നമ്മൾ ഇറങ്ങുന്നത് തന്നെ 10:40 ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. 11:10 ഇപ്പൊ സമയം. നമ്മളത് 110 രൂപയ്ക്ക് ഓടിട്ടോ. അതായത് 3 ലോക്കല്, മൂന്ന് ലോക്കലാണ് നമ്മൾ ഓടിയത്. അതിൽ 2 മടക്കം, അങ്ങനെ 3:30 2 പേര് മടക്കം കയറിയിട്ട് 10 രൂപ വെച്ച് 20 രൂപ അങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേങ്കിൽ എനിക്ക് നേരം വഴുകി ഇറങ്ങിയിട്ടുന്നേ ഭയങ്കര ദേഷ്യം. എന്തറിയില്ല, എനിക്ക് ഇന്നോട് തന്നെ ദേഷ്യം. നേരം വൈകി ഇറങ്ങിയിട്ടാണ്. എല്ലാവർക്കും ഇല്ല ജോലിക്ക് സമയം. ആ ജോലി സമയം കഴിഞ്ഞ് ജോലിക്ക് പോവാൻ മടിയുള്ള ആളുകൾക്കായിരിക്കും അത് സന്തോഷം. പക്ഷേ നമുക്കതിൽ സന്തോഷമില്ല. നമുക്കത് ജോലി സമയം കഴിഞ്ഞ് നേരം വൈകി കഴിഞ്ഞാലേ ഭയങ്കരമായിട്ട് ദേഷ്യം. ഈ ഒരു ഷോട്ട് ഇതിന് മുമ്പ് തൊട്ടടുത്ത് എന്നോ ഞാന് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ അടുത്തെന്നോ ഞാൻ ഇങ്ങോട്ട് അധികം വൈകൂല, ഒരാഴ്ചക്കുള്ളിൽ എന്നോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതേ വീട്ടിലേക്ക് അതേ ആളുകളെ കൊണ്ട് വീണ്ടും വരാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. ഒരു 140 രൂപ പോയിന്റായിരുന്നു. സമയം 12:47 ആയിട്ടുണ്ട്. നാട്ടില് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെക്കന്മാര് വിളിച്ചിരുന്നു ഫ്ലെക്സ് വെക്കാൻ കൂടി തരുമെന്ന് ചോദിച്ചാണ്ട. പക്ഷേ എങ്കിൽ ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്ക് ഞാൻ ജോലി ചെയ്തിട്ട്. അവന്മാർക്കൊക്കെ ഇന്ന് ലീവാണ്, മഴ ആയതുകൊണ്ട്. അവർ ലീവ് ആയതുകൊണ്ടാണ്, ലീവ് ആക്കിയതല്ല ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിതിന് ലീവ് ആക്കിയിട്ട് പോകണം. ഇപ്പൊ ഞാനൊന്ന് വിളിച്ചു നോക്കുമ്പോൾ ആളുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല നീ ഓടിക്കോന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പോവണമെന്നുണ്ട്, പോകണ്ടെന്നുണ്ട്. കാരണം ഞാൻ ഓട്ടത്തിന്റെ ലെവല് കുറച്ച് ദിവസമായി ഞാൻ മര്യാദയ്ക്ക് അധ്വാനിച്ചിട്ട്. നമ്മളെ രാവിലെയാണ് ഈ വരുന്നത് കേട്ടാ. വെറുതെ ഒന്ന് സംസാരിച്ചു നോക്കാം. എവിടൊക്കെ ഇതിലൊക്കെ നടക്കണേ? ഇവിടെ വീട് അവിടെ മേലക്കുള്ള റൂട്ടിലല്ലേ? വീട് പണിയില്ല. നിങ്ങള് ചെയ്തേ വരുന്നില്ലേ? 40 ഞാനിവിടെ താഴത്തേക്ക് റബ്ബറും തൊടുവില് അവിടെ അറ്റത്തേക്ക്. അദ്ദേഹം നമ്മളുടെ നാട്ടിൽ നിന്ന് എന്താ പറയാ വിവാഹം കഴിച്ചിട്ടുള്ള നാട്ടിലെ അളിയനാണ്, നാട്ടിലെ അളിയൻ. അപ്പൊ പിന്നെ അത് കണ്ടപ്പോ ഒന്ന് ബന്ധം പുതുക്കിയിടാം എന്ന് കരുതി. നാട്ടിലേക്ക് ഒന്ന് വരിയെന്ന് പറയട്ടെ, അതിനല്ലേ ചെയ്യണം. അതങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നിനും പോണില്ല, ഞാൻ ഓടണക്ക്. എനിക്ക് യാത്ര പോവാനുള്ളതാണ്. ഇതിലെങ്ങനെ തേരാപ്പാര നടന്നിട്ട് കാര്യമില്ല, യാത്ര പോവാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. സമയം 1:50 വീട്ടിലേക്ക് പോവാന്ന് കരുതി ചിന്നൊരു ലോഡ് സാധനം, ഒരു ലോഡൊന്നുമില്ല, കുറച്ച് സാധനം അയച്ചേക്കണേ. അപ്പൊ അത് മേടിക്കണം. അതിപ്പൊ തന്നെ മേടിക്കാതെ പോയി കഴിഞ്ഞാല് അവള് വെറുതെ ടെൻഷനാവും, നമ്മുടെ പീഡിയ. ഞാന് ഇവിടെ നിർത്തിയിട്ട് സാധനം മേടിച്ചിട്ട് വരാട്ടോ. പിന്നെ കഴിഞ്ഞ പുളി പപ്പടം, അത് കഴിഞ്ഞാലേ പുളി പപ്പടം, പുളി ഉപ്പ്, പിന്നെ കാരക്കച്ചാറ് മറക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ലോഡ് സാധനം. ഇതൊരു ഇറക്കമാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ സാധാരണ ഈ പീടികയിലേക്ക് വരുമ്പോൾ ഈ ഇറക്കത്തിന് സ്റ്റാർട്ടാക്കാറില്ല. നമ്മുടെ വണ്ടി മൂവിങ് ആണ്, സ്റ്റാർട്ടാക്കിയില്ല. ഹോർൺ അടിക്കണം കൃത്യമായിട്ട്. കാരണം എന്താ വെച്ചാൽ വണ്ടിന്റെ സൗണ്ട് ഇല്ലല്ലോ. ഈ പോക്ക് അങ്ങനെ പോയാൽ ഞങ്ങളുടെ തോട്, പാലം, ആ റേഞ്ച് വരെ വണ്ടിനെ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എങ്കിലൊരു വിഷയമുള്ളൂ, ആരും ഇതിനിടയിൽ വരരുത്, ബ്രേക്ക് ചെയ്യരുത്. ബ്രേക്ക് ചെയ്യാം, കുറച്ചൊക്കെ ബ്രേക്ക് ചെയ്യും, ഇനി ചെയ്യരുത്. ഇനി നേരെ വിട്ടോണം ഹായ് കണ്ട ക്രിസ്ത്യാനോൻ അതാവട്ടെ തളക്കുകയാണ്. അവിടെ തളക്കുകയാണ്. എന്റെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. രാവിലെ അമീൻ പറഞ്ഞില്ലേ, അവരിന്നത് ചെയ്യുമത്. എത്ര ആളാ. വേറെ പ്രത്യേകത എന്താ അറിയോ, ഇതില് പോർച്ചുഗലിന്റെ പ്ലേയേഴ്സ് മാത്രം, പോർച്ചുഗലിന്റെ ആരാധകർ മാത്രല്ല അത് ഫ്ലെക്സ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളത്. അവിടെ ഞാൻ പറയുകയാണെങ്കിൽ അർജന്റീനക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ പോർച്ചുഗലിന്റെ ആൾക്കാർ 4-5 ഉണ്ടെങ്കിൽ ബാക്കി ഫുള്ള് അർജന്റീനക്കാരാണ്. പിന്നെ ബ്രസീൽ ഒരാളുണ്ട്, 2 ആൾ ബ്രസീലുണ്ട്.
അതാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യാം. കൊള്ളാട്ട പരിപാടി. സംഭവം ക്രിസ്ത്യാനോ വേറെ ലെവലിലേക്കുണ്ട്. കുറച്ചുകൂടി പൊക്കണം, പൊന്തിച്ചും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ശരിക്കും കാണാം. വീട്ടിൽ നിന്ന് ഇതെത്താ ഇവക്കടെ പൊക്കി കൊടുക്ക്. ഏക്കന്മാര് കൈയാട്ടുണ്ട്. ഇതെന്താ അർജന്റീനക്കാരതോ? അർജന്റീനക്കാരുടെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഫ്രാൻസ് വന്നാ മതി. പോസ്റ്ററാ സംഗതി ഞങ്ങൾ 4 ക്രിസ്ത്യാനോ ഫാൻസ് ഉള്ളൂ. കുറച്ച് പൊന്തിച്ചിരിക്കുന്ന ക്രിസ്ത്യാനോ കട്ടൗട്ട്. പക്ഷെ നിങ്ങൾക്ക് പൊന്തിച്ചാൽ എത്രയും സപ്പോർട്ട് ചെയ്ത് തരുന്നില്ലേ? അർജന്റീനക്കാരും ബ്രസീലുകാരും സഹായിക്കുന്നുണ്ട് എല്ലാവർക്കും തമ്മില്. ബ്ലോഗർ വിഷ്ണു ബ്ലോഗറല്ലേ കാണല്? വീഡിയോ എന്താ പോത്തര. മുതലാളി ഫ്ലെക്സ് മുതലാളി, കട്ടൗട്ടറിന്റെ മുതലാളി. കട്ടൗട്ടറിന്റെ മുതലാളി വിളിക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്നും. ഏതായാലും കൊള്ളാം. അടിപൊളി പരിപാടി കേട്ടോ. ഒരാളൊറ്റ കൊണ്ടുപോകും ഒന്ന്. എടാ വണ്ടി മാറ്റി കൊടുത്തടാ. ഓ അല്ല, ആ വണ്ടി കവും കൊണ്ടുപോകാനേ. ഇതില് വണ്ടി പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളെ പോയി നടക്കട്ടെ. ഇവിടെ ആരാ ലാസ്റ്റ്ക്കാരാ? അല്ല, ഇതിപ്പോ നിങ്ങള് 4 ആളും അർജന്റീനയാണല്ലേ? ഇജില്ലേ, ഓൻ പോർച്ചുഗലാണ്. ദാരിദ്ര്യം പിടിച്ച അർജന്റീന ടീം ഉണ്ടാവില്ല. ആകെ 4 ആൾക്കാര്, 3 ആൾക്കാരാണ് അർജന്റീന. പക്ഷെങ്കില് വേറെ പ്രശ്നം ഉണ്ടല്ലേ, പഴയ ബ്രസീലുകാര് ഫുള്ള് പോർച്ചുഗലൊക്കെ. ഞങ്ങൾക്ക് 5 കപ്പുണ്ട്. ചെക്കന് കൊണ്ടോട്ടെ. ആരാ അതിന്റെ മേലെ? സതീശനോ? ഏറ്റവും മേലെ, തലന്റെ മേലെ. എന്താ എല്ലാരും പേരും ആക്റ്റീവാണ്. ഞാൻ പോയി ചോറുന്നട്ടെ. ഉണ്ടോ അതിന്റെ മേലെ ഒരുത്തുണ്ട്, കാണണ്ട നിങ്ങൾക്ക്? കാണുമെന്ന് അറിയില്ല. ഇതിനാകെ 2x മാത്രമേ ഉള്ളൂ സൂമിങ് സൈസ് എന്ന് പറയുന്നത്. എടാ നേരെ പാടത്ത് നിങ്ങൾ അതിന്റെ നേരെ അപ്പുറത്ത് വെക്കണേ. ഇവല് ഏതേ ആകുമല്ലോ. വിഷ്ണു, അനക്കൊരു ടീമും ഇല്ലേന്ന് ചോദിക്കും നിങ്ങള്. എനിക്ക് ടീമുണ്ട്, ഇവർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഞാന് ബ്രസീലാണ്. ഇതിലിപ്പോ ഏതാണ്ടൊക്കെ പോർച്ചുഗലിലെ ചെക്കന്മാരൊക്കെ ബ്രസീലായിരുന്നു. ഓലൊക്കെ ഇപ്പൊ മാറി. ഓലൊക്കെ ഇപ്പൊ എന്താ വെച്ചാല് എല്ലാരും ബ്രസീല് കുറെയൊക്കെ ചടച്ചല്ല. ഓക്കെ, എന്താ അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ബ്രസീൽ ഫാനാണ് അന്നും ഇന്നും. ഇപ്രാവശ്യം കൂടി നോക്കട്ടെ. ഇപ്രാവശ്യം ഏതെങ്കിലും നമുക്ക് ആരും ഇല്ലാത്ത ഏതെങ്കിലും ടീം കപ്പ് കൊണ്ടുപോകണം. പിന്നെ ആ ടീമിൽ കൂടെ പോയത്. ഇവിടെ വന്നപ്പോ അമ്മ മൊത്തത്തില് മുല്ലപ്പൂവൊക്കെ വെട്ടിത്തെളിച്ച് ഒക്കെ എന്താ റോഡിനും അല്ലാത്തതാക്കി. എൻ്റെ പന്തലിന് തന്നെ ചെറിയൊരു പണി അമ്മ എടുത്തുക്കണം. പക്ഷേ ഇവിടെ ഈ ഒരു കൊമ്പ് നാട്ടിയത് ഭയങ്കര പ്രശ്നമാണ്. അതില്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ഒരു ഐഡിയ പൂർവ്വം കെട്ടണോടോ. ഒരു ഐഡിയ മൈൻഡൊക്കെ കയറുന്നില്ല ഒന്നും. വീട്ടിലെത്തിക്കണം. ചോറ് ആകുമ്പോൾ വിശക്കുന്നുണ്ട്. മാങ്ങ എന്തൊക്കെ അറിയാം? എന്ത് മീനാ? മത്തിയോ? മത്തിനുള്ളിപ്പോ മത്തിയാണ്. ഇതൊന്ന് ചടച്ചും ചെയ്തു. എന്നാലും കുഴപ്പമില്ല. മത്തി അവൻ കുട്ടിക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങും. നല്ല വലിയ മത്തിയാണല്ലോ അല്ലേ? വലിയ മത്തിയാണ്. കൊള്ളാം. ഏതാണ്ട് മത്തി തല എന്ന് പറയുന്നത് തന്നെ ഈ ഒരു വലിപ്പമുണ്ട്. ഞാൻ പിന്നെയും വന്നു. ചോറിൻ്റെ നേരെ ഇറങ്ങിട്ടാ 2:30. എങ്ങനെ പൊക്കേ? എല്ലാരും പാടെ പൊന്തിച്ചൊക്കെണ്ട്. അർജന്റീനന്റെ അവിടെ അല്ലേ? അപ്പൊ എന്താ മുറിയാ അല്ലെങ്കിൽ അർജന്റീനക്കാരനായിട്ട് പോർച്ചുഗലിക്ക് പോയോ? പോർച്ചുഗലിക്ക് പോയോ? ചെങ്ങന്മാരെ സമയം എത്രയെന്ന് അറിയാം? 4:36. ഉച്ചക്ക് ശേഷം 2:40 അല്ലെങ്കിൽ 2:40 റേഞ്ച് കൂട്ടാം നമുക്ക്. നമ്മള് ലൈനിക്ക് എത്തിയിട്ട് നമ്മൾക്ക് ആകെ കിട്ടിയിട്ടുള്ളതാണ് 2 ലോക്കല്.
ആ 2 ലോക്കല് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വരെ ഈ നേരം വരെ ആകെ കിട്ടിയതാണ് 2 ലോക്കല്. എന്റെ അവസ്ഥ മാത്രമല്ല എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. എന്താ പറയാ, ഒന്നും പറയാല്ല. 500 രൂപ പോലും ആർക്കും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അല്ല, ഇപ്പൊ എന്തായാലും ഇപ്പൊ ഒരു 10-30 ആളുണ്ടാവുമ്പോ അതിൽ 1-2 ആളുകള് എന്തായാലും 500 രൂപയ്ക്ക് മേള ഓടി ഉണ്ടാവും. അല്ലാത്തവരൊക്കെ ഈ പറഞ്ഞതുപോലെ 500 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു നേരം വരെ ഓടിയിട്ടുള്ളത്. എന്നേക്കാൾ മുന്നേ വന്നവര് എന്റെ അത്രയും ഓടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലായത്. ഒരു 100 മീറ്റർ ദൂരത്തേക്ക് ഞങ്ങളെ ലൈന് വന്നിട്ടുണ്ടോ. ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ എന്റെ വീട്ടിൽ കൂടെ വജ്ജിക്കെത്തും. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ പിന്നെ തള്ളണ്ട, ആ ഒരു സുഖമുണ്ട്. കയറിയിട്ട് ഇങ്ങനെ ക്ലച്ച് പിടിച്ചാൽ മതി, ക്ലച്ച് പിടിച്ചാൽ തന്നെ പോകും. ബാലട്ടിന് വണ്ടി പോയി കുത്തും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഓട്ടം അല്ല വാൾട്ടാ? ഓടിയോ? 500. അത് വലിയ ഓട്ടാണ്. 500 റുപ്യ എന്നൊക്കെ പറയുന്നത്. വാളിനൊക്കെ അടവൊക്കെ ഉണ്ടേ വണ്ടിക്ക്. നമുക്കിന് വണ്ടിക്കടവില്ല എന്നുള്ളൂ വാലട്ടാ, അല്ലാത്ത കുറെ അടവുകളുണ്ട്. ഓക്കെ ചങ്ങായിമാരെ, സമയം 6:10. ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾക്കൊരു 140 രൂപയുടെ ട്രിപ്പ് കിട്ടിയത് പോലെ തന്നെ ഇപ്പോഴും നമ്മൾക്കൊരു 130 രൂപയുടെ ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാന് ഈ റോഡ് ഇതിന് മുമ്പ് കാണിച്ചു തന്നതാണ്. താളിയംകുണ്ട് റോഡ് റബ്ബറൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ടാറിങ് ഒക്കെ നടക്കാൻ വേണ്ടിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. അത് അന്ന് മെറ്റല് നിരത്തി ഒന്ന് റോഡ് റോളർ കൊണ്ട് ഒന്ന് നിരത്തി വെച്ചതാണ്, ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ തൊട്ടിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ നോക്കിയാണ്ടല്ലോ, ഉണ്ണിയപ്പ ചട്ടിയിലും കൂടി ഉണ്ടാവില്ല ഇത്രയും കുഴികൾ. അത്രയും കുഴികളാ. കാരണം മഴ പെയ്തിട്ട് ഇതിത്തെ സിമെന്റും ഇല്ല, ടാറും ഇല്ല, ഒന്നുമില്ലല്ലോ. വെറും ഈ ഒരു എന്താ പറയാ മെറ്റലാൻഡ് അവിടത്തെ കോറി വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള ചെളി കൊണ്ട് റോൾ ചെയ്ത് വെച്ചേക്കുമല്ലേ. അപ്പൊ അതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഉണ്ണിയപ്പ ചട്ടിയിലും ഇഡ്ഡലി ചെമ്പിലും ഒന്നും ഇത്ര കുഴികൾ ഉണ്ടാവില്ല. അത്ര കണ്ട് കുഴിയാണ് ഈ റോട്ടിലുള്ളത്. ടോപ്പ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന ട്രിപ്പ് ടോപ്പ് ഗിയറില് ഞാൻ പോന്നിട്ടില്ല. ഒക്കെ ഈ സെക്കൻഡ് തേർഡ് അതായത് 6 കിലോമീറ്റർ ദൂരമാണെങ്കിൽ 130 രൂപ എന്ന് പറയുന്നത്. 6 കിലോമീറ്ററിലൊരു 3.5 കിലോമീറ്റർ ഇങ്ങനെയാണ് പോന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ വെട്ടിച്ചും ചാടിച്ചും മറിഞ്ഞൊക്കെ ഞാൻ അങ്ങനെ പോട്ടട്ടാ അറിയിക്കവേ എടുക്ക. ചെങ്ങൈമാരെ, ഞാൻ നേരത്തെ നമ്മൾ വന്നില്ലേ താളിയംകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നേരത്തെ വന്നത്. നേരത്തെ റോഡ് ഉണ്ണിയപ്പ ചട്ടിയൊക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം എന്ന് പറയുന്നത് 7:30 എനിക്ക് അതേ സൈഡ്ക്ക് ആ ഭാഗത്തേക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ദൂരേക്ക്, അതായത് ഒരു 170 രൂപയുടെ ട്രിപ്പ് കിട്ടിയതാണ് ഈ ഒരു നേരത്ത്. ഈ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ റോഡ് ഇത്രയും മോശമുള്ളത്. ചെറിയൊരു ഭാഗം പറഞ്ഞാൽ ഞാൻ പറയില്ലേ 3-3.5 കിലോമീറ്റർ. ഈ 3 കിലോമീറ്റർ ദൂരം എത്തണമെങ്കിൽ എത്രങ്ങാനും സമയം വേണം അറിയാം. ഞാൻ ആ റോട്ടിക്ക് ഇപ്പോൾ എത്തിയില്ല കേട്ടോ. ഞാൻ അതിന്റെ മുമ്പ് ഞാൻ ആ ഒരു പോക്കറ്റ് റോഡ് കയറിയിട്ടാ പോന്നിക്കണേ. ആ റോട്ടിൽ വന്ന് ഒരു പോക്കറ്റ് റോഡ് കയറി പോന്നതാണത്. ആ റോട്ടിക്ക് ഇപ്പൊ എത്തും. ആ റോഡ് എത്താനായി. ഇതാണ് താളിയംകുണ്ട് എന്ന് പറയുന്ന സ്ഥലം. താളിയംകുണ്ട് ചെറിയൊരു ടൗണ്. അതുപോലെ തന്നെ ബസ്സൊക്കെ ചിലപ്പോൾ ഇവിടെ ഹോൾട്ട് ആക്കിയിട്ടുണ്ടാവും. ഹോൾട്ടിങ് ഇല്ല ഏത് ബസ്സിന്. ഇവിടെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഹോൾട്ടിങ് ഒന്നുമില്ല. അതായത് ചെറുമട്ടത്തിലൊരു ചെറിയ ടൗണാണ്. അതായത് ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടുന്ന, ടൗണിലേക്ക് ഇറങ്ങാതെ ഇനിയിപ്പോ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം വേണമെങ്കിൽ ഇവിടുന്ന് കിട്ടും. പക്ഷെ പൊതുവെ ഇവിടുത്തെ ആളുകൾ എന്തായാലും ഇവിടുന്ന് ബസ് കയറും, വണ്ടൂർ ടൗണിലേക്ക് വരും, അല്ലെങ്കിൽ വാണിയമ്പലം ടൗണിലേക്ക് പോകും. ഇവിടുന്ന് ഒരു കറക്റ്റ് 3 കിലോമീറ്റർ തന്നെ പോവണ്ട, 2-2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വാണിയമ്പലം എത്തി. അവിടുന്ന് പിന്നെ ഒരു 3 കിലോമീറ്റർ പോയാല് വണ്ടൂർ എത്തി. 6 കിലോമീറ്റർ വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട്. 3 കിലോമീറ്റർ പോയാൽ വാണിയമ്പലം, അവിടുന്ന് 3 കിലോമീറ്റർ പോയ വണ്ടൂർ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ പെട്ടെന്ന് തന്നെ ഒന്നില്ലെങ്കിൽ വാണിയമ്പലം പിടിക്കും, അല്ലെങ്കിൽ വണ്ടൂർ പിടിക്കും. ആർക്ക് ഇവിടെ പെരും നഷ്ടം. ചെങ്ങര വീട്ടിലാണ് ഞാൻ ഇത്രയും നേരം. ഇപ്പം സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 9:15 ഈ നേരം വരെ അർജന്റീനൻ്റെ ഫ്ലക്സ് നാട്ടിൽ അവരടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് കുറച്ച് നേരം നോക്കിയിരുന്നു. അതുപോലെ തന്നെ അത് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്.
നമ്മുടെ ഇവിടുത്തെ കാർപ്പൻറ്റർമാരാണ് ചെയ്യുന്നത്. അവരെ രക്ഷിതാക്കൾ തന്നെയാണ് കേട്ടോ. അത് ഈ അർജൻറ്റീന ഫാൻസിനെ തോന്നുന്നു അവരും. പിന്നെ അതുപോലെ തന്നെ ഈ ചെക്കന്മാർ ഫുള്ളായിട്ട് അവിടെ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ അർജൻറ്റീന എന്നോ ബ്രസീലെന്നോ ഫ്രാൻസ് എന്നോ പോർച്ചുഗലെന്നോ വ്യത്യാസമല്ലാതെ എല്ലാവരും അവിടെ സജീവമാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു, അവരുടെ കൂടെയൊക്കെ നിന്നു, ആക്കൊന്ന് കണ്ടു. അതൊക്കെ ഒരു നമ്മളെന്താ പറയുക, ഒരു കളം തെളിയിക്കാന്ന് പറയില്ല അതുപോലെ. ഇവിടെ ഇതാക്കണ അരിമുള്ളോ ഇതൊന്നും വേണ്ട, ഇത് കാർട്ടൂൺ മതിയില്ലേ? അമ്മ ഇറങ്ങിയോ? മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ കയ്യില്ല. എത്ര രൂപയ്ക്ക് ഓടി അത് ഞാൻ നോക്കണം. അത് ഞാൻ നോക്കിയിട്ടില്ലെന്ന്. കാരണം എന്താ വെച്ചാൽ നോക്കിക്കണ് ഞാൻ ഉച്ച വരെ ഞാൻ 360 രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത്. ഉച്ച വരെ. ഉച്ചയ്ക്ക് ശേഷത്തെ കളി നമ്മൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയുന്ന വേണം. ഇതിലൊരു 170 റുപ്യ ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ 360 100 460 490 റുപ്യ ഉച്ച വരെ ഓടിയിൽ നമുക്ക് ആ ഒരു 170 കൂടി കൂട്ടിയിട്ട് അങ്ങനെയായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ലിസ്റ്റ് ചെയ്യാം. ബാക്കി നമ്മൾ എത്ര രൂപയ്ക്ക് ഓടി എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. 140 രൂപയ്ക്കാണ് ഞാനിന്ന് മുഴുവനായിട്ട് ഓടിയത്. ഇതിനെ വലിയ കിട്ടുന്നതാണ്. ഓക്കെ, ഈ മുഴുവനായിട്ട് ഓടിയത് ഇന്നത്തെ ദിവസം അത്ര കണ്ട് മോശമായിരുന്നു. ലേസിൻ്റെ കേസാണ് പറയുന്നത്, ഒച്ചമുട്ടാണ്. ഇവന് പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഷീറ്റ് കിട്ടിയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതി ഒരു ഹാർട്ട് എഴുതിയാണ്ട് എന്നെ തളർത്തരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒരു ഹാർട്ടിൽ ഒതുക്കാതെ 2 വരി എഴുതിയിട്ട് നിർത്തുവാണെങ്കിൽ അടിപൊളിയായി. അവന് പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നാളത്തെ ദിവസം നാളെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.